എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1 അധ്യായം 7-8 വാക്യങ്ങൾ. വെളിപ്പാട് 1-7-8 വാക്യങ്ങൾ. അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭയം ഗ്രസിച്ചിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിലേക്ക് കർത്താവിൻ്റെ ആധികാരികതയെയും സർവശക്തിയെയും കുറിച്ച് ദർശനത്താൽ പ്രബോധനം നൽകുന്ന യോഹന്നാൻ താൽക്കാലികമായ പീഡനങ്ങൾ, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വിശ്വാസത്തെ വിട്ടു വ്യതിചലിക്കരുത് എന്ന് സഭകളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭയം നമ്മെ ഇങ്ങനെ ചൂഴ്ന്നുകൊണ്ടിരിക്കും. അതിൻ്റെ മധ്യത്തിൽ എങ്ങനെയാണ് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന മഹത്വത്തെപ്പറ്റി പീഡനത്തിന് വിധേയനായ യോഹന്നാൻ പീഡനത്താൽ വീർപ്പ് മുട്ടുന്ന വിശ്വാസികൾക്ക് എഴുതുന്ന ദൂത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും വിശ്വസ്തതയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവിയുടെ മഹത്വ പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ലക്ഷ്യം അതാണെന്ന് ഈ വാക്യം വെളിവാക്കുന്നു. യേശുക്രിസ്തു ജയാളിയായി വേഗം വരും, നിശ്ചയം. അവൻ തൻ്റെ വിശുദ്ധന്മാരെ കഷ്ടതയിൽ നിന്നും ക്രൂരമർദ്ദനത്തിൽ നിന്നും ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കും, അതും നിശ്ചയം. അവൻ്റെ ശത്രുക്കൾ നശിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നവർ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും, നിശ്ചയം. ഇങ്ങനെയുള്ള ഉറപ്പുകൾ ദർശനത്തിൻ്റെ ഒരു പ്രൗഢിയാൽ യോഹന്നാൻ സഭകൾക്ക് നൽകുന്നു. കണ്ടാലും അവൻ മേഘാരൂഢനായി വരുന്നു. ഇവിടെ ദാനിയേലിൻ്റെ ദർശനമാണ് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി പ്രതിപാദിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷാരൂപം. ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായം 1 മുതൽ നമുക്കത് വായിക്കാം. മനുഷ്യപുത്രൻ എന്ന പഴയ നിയമ വെളിപ്പാട് പ്രത്യാശയുടെ ഭാഷാരൂപമാണത്. യേശുക്രിസ്തു ഈ ഭാഷാരൂപം ഉപയോഗിക്കുന്നുണ്ട്. മർക്കോസ് 13 അധ്യായത്തിൻ്റെ 26 വാക്യത്തിലും 14 അധ്യായത്തിൻ്റെ 62 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ഇത് ഒരു അലങ്കാര ഭാഷയാണെന്ന് നാം ഓർക്കണം. ക്രിസ്തുവിൻ്റെ രൂപമോ യാത്രയുടെ വിവരണമോ വാഹനത്തിൻ്റെ ആകൃതിയോ ആക്ഷരികമായും ശാസ്ത്രീയമായും വിവരിക്കുന്നതല്ല. സ്വർഗം ആകാശത്തിൻ്റെ മീതെയുള്ള ഒരു സ്ഥലമല്ലല്ലോ. അങ്ങനെയെങ്കിൽ അത് സ്ഥലകാല പരിമിതിയായി പോകും. യേശുക്രിസ്തു സർവാധിപതിയായി വീണ്ടും വരികയും സകലവും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയുടെ അടിസ്ഥാനം പഴയ നിയമ തിരുവെഴുത്തുകളിലും ക്രിസ്തീയ സുവിശേഷത്തിലും കൂടെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സുപരിചിതമായ വെളിപ്പാട് സാഹിത്യത്തിലെ അലങ്കാര ഭാഷാരൂപങ്ങൾ യോഹന്നാൻ നിർബാധം ഇവിടെ ഉപയോഗിക്കുകയാണ്. യോഹന്നാൻ പഴയ നിയമം വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ ഇതിൻ്റെ സമാനമായ വാക്കുകൾ നമുക്ക് ലഭിക്കുന്നു. ദൈവം കൊടുത്ത നല്ല ഇടയനെ അനുസരണം കെട്ട മൂഢജനം കൊന്നുകളഞ്ഞു. വഷളനും സ്വാർത്ഥയുക്തനുമായ മറ്റൊരു ഇടയനെ അവർ തെരഞ്ഞെടുത്തു. എന്നാൽ അവർ ദൈവത്തിൻ്റെ കരുണയാൽ കരഞ്ഞും വിലപിച്ചും ആ നാളിൽ അവർ കുത്തിക്കൊന്ന നല്ല ഇടയനിലേക്ക് നോക്കുമെന്നാണ് സക്കറിയ പ്രവചനത്തിൻ്റെ സാരം. ഇത് യേശുക്രിസ്തുവിനെ കുറിക്കുന്നതായി യോഹന്നാൻ കരുതുന്നു.
സഖറിയാവ് 12:10 യഹോവയാണ് സംസാരിക്കുന്നത്. അവർ കുത്തിത്തുളച്ചവനെ ദർശിക്കുകയും അവന് വേണ്ടി കരഞ്ഞു വിലപിക്കുകയും ചെയ്യും. ഏകജാതനായ മകൻ നഷ്ടപ്പെട്ടതിന് വേണ്ടി മാതാക്കൾ കരയും പോലെ അവർ കരയും. ചില കയ്യെഴുത്തു പ്രതികളിൽ എങ്കലേക്ക് നോക്കും എന്ന് യഹോവ പറയുന്നു. ദാനിയേൽ പ്രവാചകൻ, അതേപോലെ സഖറിയ പ്രവാചകനുമൊക്കെ മശിഹ എന്ന് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമ എഴുത്തുകാർ അത് പുനർവ്യാഖ്യാനം ചെയ്യുന്നത് ആ വിധത്തിലാണ്. യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാർ വീണ്ടും അവങ്കലേക്ക് നോക്കുന്ന നാൾ വരുന്നു. എന്നാൽ അന്ന് മഹത്വവാനായ രാജാതിരാജാവായി പ്രത്യക്ഷപ്പെടുകയാൽ അവൻ്റെ ശത്രുക്കൾ ഭയങ്കരൻ ആയിരിക്കും. ശത്രുക്കൾക്ക് അവൻ ഭയങ്കരനായിരിക്കും. ഒന്നാമത് യഹൂദന്മാരെയും പിന്നെ റോമാ സാമ്രാജ്യത്തെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഏത് കാലത്തും ക്രിസ്തു വിപരീതികൾ ആയിരുന്നവർക്ക് പുനരാഗമനത്തിൽ അവൻ ഭയങ്കരനായിരിക്കും എന്നുള്ള സത്യം യോഹന്നാൻ്റെ ദൂതിൽ അടങ്ങിയിട്ടുണ്ട്. ആൽഫയും ഒമേഗയുമാണ്. ദൈവമാണ് വക്താവ്. ആദിയും അന്തവുമില്ലാത്ത ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവം മുൻപാകെ നിലനിൽക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? മലാക്കി പ്രവചനം പറയുന്നു, ചൂള കത്തുന്നത് പോലെ ഒരു ദിവസം വരും. നമ്മുടെ ദൈവത്തിൻ്റെ നാൾ അതെത്ര ഭയങ്കരമായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വാക്കുകളിലൂടെ ഈ പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം മുൻപാകെ നിൽക്കാൻ ത്രാണി നൽകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ലജ്ജിതരായി പോകുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം. പുതിയ ദിനം ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവം തമ്പുരാൻ നിറവേറ്റി തരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുന്നു. കർത്താവ് കൈവിടാതെ കൂടെയുണ്ട്. പൂർണ്ണമായ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ അവിടുന്ന് അറിയണമേ. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. കർത്താവെ, വരാമായിരിക്കുന്ന ആപത്ത് അനർത്ഥങ്ങൾ വിടുവിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തോടും നന്മയോടും കൂടെ ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നാം എല്ലാവരോടും, നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.